നമസ്കാരം. നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ കടയിൽ ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു പോലീസ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കടയിലെ 3 ജീവനക്കാരുടെയും അക്കൗണ്ടിലേക്ക് 63 ലക്ഷം രൂപ എത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയത്. വലിയ പണത്തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത്. 2024 ജനുവരി മുതൽ കഴിഞ്ഞ മെയ് മാസം വരെയുള്ള ഇടപാടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇത്തരത്തിൽ ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത്. അതിനാൽ കടയിലെ ആഭരണങ്ങൾ വിറ്റുകിട്ടിയ പണം ഇവർ കൈക്കലാക്കി എന്ന കൃഷ്ണകുമാറിന്റെയും മകൾ ദിയ കൃഷ്ണയുടെയും പരാതിയിൽ ശരിയുണ്ടെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. എങ്കിലും അറസ്റ്റ് പോലുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓഡിറ്ററെ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചു. ഈ ഓഡിറ്റിംഗിലാകും യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരിക. അക്കൗണ്ടിലെത്തിയതിൽ ഭൂരിഭാഗം തുകയും ഇവർ പിൻവലിച്ചിട്ടുണ്ട്. നികുതി വെട്ടിക്കാനായി ദിയ പറഞ്ഞിട്ടാണ് പണം സ്വന്തം അക്കൗണ്ടിലേക്ക് സ്വീകരിച്ചതെന്നാണ് ജീവനക്കാർ ആദ്യം പറഞ്ഞത്. ജീവനക്കാരികൾ അവരുടെ ബന്ധുക്കൾക്ക് പണം അക്കൗണ്ട് വഴി നൽകിയിട്ടുണ്ട്. QR കോഡ് വഴി ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പണമെത്തി. 2 പേരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ തുക കണ്ടെത്തിയതെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ജീവനക്കാരിയായ വിനീതയുടെ അക്കൗണ്ടിലെത്തിയത് 25 ലക്ഷം രൂപയും മറ്റൊരാളായ ദിവ്യയുടെ അക്കൗണ്ടിലെത്തിയത് 35 ലക്ഷം രൂപയുമാണ്. അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാൻ ഉണ്ടെന്നും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം പോലീസ് ജീവനക്കാരായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ജീവനക്കാരായ 3 പേർ ചേർന്ന് സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണകുമാറിന്റെ പരാതി. ഈ പരാതി കന്റോൺമെന്റ് SCPക്ക് കൈമാറിയിരുന്നു. പരാതിയിൽ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴാണ് തങ്ങളെ ജാതീയമായി അധിക്ഷേപിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തുവെന്ന് ജീവനക്കാർ പരാതി നൽകിയത്. അതേസമയം ആരോപണങ്ങളെല്ലാം ബൂമറങ്ങായതോടെ പ്രതികൾ ഒളിവിൽ പോയതായിട്ടാണ് സൂചനകൾ. പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നീക്കം തുടങ്ങി. 2 ദിവസമായി പ്രതികളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പ്രതികൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഇത് സംബന്ധിച്ച് വനിതാ ജീവനക്കാരുടെ മൊഴിയെടുക്കാനായി പോലീസ് ഇവരുടെ വീടുകളിൽ എത്തിയെങ്കിലും ഇവർ സ്ഥലത്തില്ലായിരുന്നു. ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയെങ്കിലും പ്രതികൾ ഒളിവിൽ പോയതോടെ ഇവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം ആരംഭിച്ചു. പണം അക്കൗണ്ടിൽ എത്തിയെങ്കിലും ഈ പണം എങ്ങനെ ചെലവാക്കിയെന്നത് കണ്ടെത്താനായിട്ടില്ല. ഇതിനായി ഇവർക്ക് അക്കൗണ്ടുകളുള്ള ബാങ്കിൽ നേരിട്ടെത്തി ഇന്ന് പോലീസ് പരിശോധന നടത്തി. ഓഡിറ്ററെ ഉപയോഗിച്ച് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കും. ദിയ കൃഷ്ണയുടെ സ്ഥാപനം നികുതി അടച്ചതിന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട്. ഇതിനിടെ കൃഷ്ണകുമാറിന് പിന്നാലെ വനിതാ ജീവനക്കാരും മുൻകൂർ ജാമ്യാപേക്ഷയും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമർപ്പിച്ചിട്ടുണ്ട്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഓഡിറ്റ് നടത്തിയിരുന്നില്ലെന്നും 69 ലക്ഷം തിരിമറി നടത്തിയെന്ന പരാതി വ്യാജമാണെന്നും വനിതാ ജീവനക്കാരുടെ അഭിഭാഷകൻ മുഹമ്മദ് ഉനൈസ് പറയുന്നു. നേരത്തെ സംഭവം വിവാദമായതോടെ ജീവനക്കാർ കുറ്റസമ്മതം നടത്തുന്നതിന്റെ നിർണായക ദൃശ്യങ്ങൾ കൃഷ്ണകുമാറിന്റെ കുടുംബം പുറത്തുവിട്ടിരുന്നു. തെറ്റുപറ്റിയെന്നും ജീവനക്കാർ ഓഡിയോയിൽ പറയുന്നുണ്ട്. 2024 ഒക്ടോബർ മുതൽ ഇത്തരത്തിൽ പണം എടുത്തതായി ജീവനക്കാർ പറയുന്നുണ്ട്. കുരുക്ക് മുറുകിയതോടെയാണ് ജീവനക്കാർ ഒളിവിൽ പോയത്. ഇന്നലെയും മൊഴിയെടുക്കാൻ അവർ മ്യൂസിയം പോലീസിന് മുന്നിൽ എത്തിയില്ല.